സിനിമാ പോളിസി കോൺക്ലേവ് വേദിയിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ പോലീസിൽ പരാതി. ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയിലാണ് പരാതി നൽകിയത്. എന്നാൽ ജാതി അധിക്ഷേപമല്ല, പരിശീലനം നൽകണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അടൂരിന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളന വേദിയിലായിരുന്നു അടൂരിന്റെ വിവാദ പരാമർശം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് സർക്കാർ സഹായം നൽകുമ്പോൾ നല്ല പരിശീലനം നൽകണമെന്നായിരുന്നു അടൂരിന്റെ ഉപദേശം. അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉൾപ്പെടെ എല്ലാവരെയും ചേർത്തുപിടിച്ചുള്ള സമഗ്ര മാറ്റമാണ് സംസ്ഥാന സർക്കാരിന്റെ നയം. SC/ST വിഭാഗത്തിൽ നിന്നുള്ള 4 സിനിമകളും മികച്ചതാണ്. സഹായം നൽകുന്നത് ഒരു തെറ്റായി സർക്കാർ കാണുന്നില്ലെന്നും നല്ല സിനിമകൾക്കുള്ള പിന്തുണ തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. അതിന് ഈ ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ ഇറക്കുക, 4 സിനിമ ഇറക്കിയപ്പോൾ ഇപ്പോൾ 2 സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവുക. അവരാദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അവരെടുത്ത സിനിമ ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നാലെയാണ് SC/ST വിഭാഗക്കാർക്കെതിരെയുള്ള അടൂരിന്റെ പരാമർശത്തിൽ ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും SC/ST കമ്മീഷനിലും പരാതി നൽകിയത്. അടൂരിന്റെ പരാമർശത്തിലൂടെ SC/ST വിഭാഗത്തിലെ മുഴുവൻ അംഗങ്ങളെയും കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി ചിത്രീകരിക്കുന്നുവെന്നും പരാതിയിൽ ഉന്നയിച്ചു. SC/ST വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ജാതി അധിക്ഷേപമല്ല, പരിശീലനം നൽകണമെന്നത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നതാണ് അടൂരിന്റെ പ്രതികരണം. അതേസമയം അടൂരിന്റെ പരാമർശത്തിനെതിരെ സദസ്സിലും പ്രതിഷേധ ശബ്ദമുയർന്നിരുന്നു. പ്രതിഷേധമറിയിച്ച സാമൂഹ്യപ്രവർത്തകരും രംഗത്തെത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.